ഇതെന്തിയെ? അതൊരു സാരി വാങ്ങിച്ചു. സാരിയാ? ഇപ്പൊ എന്തിനാ എനിക്ക് സാരി? നിനക്കല്ല, നമ്മളെ തോട്ടത്തിൽ പണിയെടുക്കാൻ നാരായണല്ലേ, അയാളെ മോളെ കല്യാണല്ലേ മറ്റന്നാ, നമ്മളായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ, അതുകൊണ്ട് ഒരു പട്ട് സാരി വാങ്ങിച്ചു. എത്ര പൈസ? 15,000 ഉണ്ട്. 15,000 സാരിയാ? അതെ. പണിക്കാരന്റെ മോക്കാ? 2-3 വർഷമായില്ലേ അച്ഛനും മോനും നമ്മളെ പറമ്പിൽ പണിയെടുക്കുന്നു, നമ്മളായിട്ട് ഇതും കൊടുക്കണ്ടേ. അല്ല നീ ടെൻഷൻ അടിക്കണ്ട, ഇത് നിനക്ക് കല്യാണത്തിന് പോകുമ്പോ കൊടുക്കാൻ. ഇതെത്ര പൈസ? ഇത് അതിന്റെ ഒന്നിച്ച് ഫ്രീ കിട്ടിയത്, പക്ഷെ നല്ല സാരിയാണ്, കല്യാണത്തിന് പോകുമ്പോ കൊടുക്കാം കേട്ടോ. ഫ്രീ കിട്ടിയതാ? സാരല്ലപ്പാ. പിന്നെ അവർ പണിയെടുക്കുന്നുണ്ടല്ലോ അവിടെ പുറത്ത്, അപ്പൊ നീ അവരൊന്ന് വിളിക്ക്, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരുന്നേട്ടാ. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടാ, അത് ഞാൻ വന്നിട്ട് പറയാം. പണിക്കാരന്റെ മോക്ക് 15,000 സാരി, എനക്ക് ഫ്രീ കിട്ടിയ സാരി കൊടുക്കാട്ടാ. ഫ്രീ കിട്ടിയ സാരി ഓൾ ഇട്ടാ മതി കേട്ടാ, പട്ട് സാരി എന്താ എനക്ക് കൊടുത്താ പറ്റും. കുട്ടാ, ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ടാവും പണി? ഇനി 15 ദിവസം ഉണ്ടാവും. അതാ നാരണ്ടാ, ഒരു കാര്യം ചെയ്, ഇനിയിപ്പോ മോളെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ വന്നാൽ മതി രണ്ടാളും ഇടാ. ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടിട്ടുണ്ടായത്. അതല്ലേ നിങ്ങൾ എന്താ വിളിച്ചത്? അതെ, മോളെ കല്യാണമല്ലേ, ഞങ്ങളാക്കാ ഒരു ഗിഫ്റ്റ്. ഇനിയിപ്പോ കല്യാണ സാരി ഒന്നും എടുക്കണ്ട, ഇത് കല്യാണ സാരിയാണ് കേട്ടാ. ശരിയപ്പോ കല്യാണത്തിനാണോ? കണ്ട ഗിഫ്റ്റ് കൊടുത്തിട്ടാ എന്ത് സന്തോഷത്തോടെ സ്വീകരിച്ചണ്ട. ഇത് നിനക്കൊരു സർപ്രൈസ് ഉണ്ടോ? മറ്റേ ഞാൻ കവർ എടുക്ക്. അത് ഫ്രീ കിട്ടിയ സാരി അല്ല, അതിലെന്തി സർപ്രൈസ്? നീ എടുക്ക്, ഞാൻ പറയാ. എടുത്തു കൊണ്ടാ അല്ല നിങ്ങൾ എന്തിങ്ങനെ നോക്കുന്നത്? ഗിഫ്റ്റ് കിട്ടിയ സാരി കൊടുത്തു. ഇതല്ലേ നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയത് മറ്റേ എനിക്ക് തന്നത്? അതല്ല, അതിൽ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട് നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. എന്ത് സാധനം? 2 പവന്റെ മാല. 2 പവന്റെ മാലയാ? ആ സംഗീത സംഗീത